ലൈഫ് ടുഡേ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തലശ്ശേരി സ്റ്റൈലിലുള്ള നല്ലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ യാതൊരു ഡൗട്ടും ഇല്ലാതെ ഈ റെസിപ്പി ഫോളോ ചെയ്താൽ നല്ല രുചികരമായ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എസൻസുകളോ സോസുകളോ ഒന്നും ചേർക്കാതെ തന്നെ ഹോട്ടലിൽ കിട്ടുന്നതിലും ഒരു പടി കൂടി രുചി മുന്നിൽ നിൽക്കുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. 3/4 കിലോ ബോൺലെസ് ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി വേകുന്ന അല്പം നെയ്യോട് കൂടിയ ബീഫ് അല്പം വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. മസാലയ്ക്ക് വേണ്ടി 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, നല്ല എരിവുള്ള പച്ചമുളക് ഒരു 3 എണ്ണം ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് കൂടുതൽ വേണം. ഒരു ബൗൾ നിറയെ മല്ലിയില അരിഞ്ഞത്, അതിൻ്റെ പകുതി പുതിനയില അരിഞ്ഞ് എടുത്ത് വയ്ക്കാം. ഇനി കുരുമുളക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ക്രഷ് ചെയ്തെടുത്തത്, ഗരം മസാല പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും മസാലയ്ക്ക് വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട്. ബീഫ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ച് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ബീഫ് ഒന്ന് മിക്സ് ചെയ്യാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മസാലയുമായി ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ബിരിയാണിക്ക് ആവശ്യമുള്ള സവോള ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സവോള ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു രുചിയാണ്. ബാലൻസ് വരുന്ന എണ്ണയിലേക്കാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 2 വലിയ സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോള വാടി വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. അത് കഴിഞ്ഞാൽ കളർ മാറി തുടങ്ങുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഒത്തിരി മൂത്ത് പോയാൽ ആ ബിരിയാണിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. സവോള വറുത്ത് കോരി കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് കോരിയെടുക്കണം. ഇതിന് കൃത്യം കണക്കൊന്നുമില്ല, അവനവന് ഇഷ്ടമുള്ള എത്രയും ചേർക്കാം. കിസ്മിസും കൂടെ വറുത്ത് കോരിയ ശേഷം എണ്ണയിൽ കരടുണ്ടെങ്കിൽ അതൊന്ന് നീക്കിയ ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3/4 കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ഈ ജീരകശാല അരിയാണ്. ഇത് കുതിർക്കുന്നില്ല, കഴുകി വാരി എടുത്ത് വയ്ക്കണം. വറുത്താണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ സമയം കൊണ്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. സവാളയൊക്കെ വറുത്ത ഉരുളിയിലേക്ക് തന്നെ ആ എണ്ണയിൽ ഒരു 4 വലിയ സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുക്കാം. ബീഫിൻ്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയാണിത്. സവാള ഇന്ന് വാടി തുടങ്ങുന്ന സമയത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഗോൾഡൻ കളറൊന്നും ആകണ്ട. നന്നായിട്ട് വാടി തുടങ്ങുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബാലൻസ് ഒഴിക്കണം. നമുക്ക് ബിരിയാണിയുടെ റൈസിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് മൊരിഞ്ഞു പോകരുത്, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്ന സമയത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയൊക്കെ വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ അത് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ വഴന്നു വന്നു കഴിയുമ്പോൾ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ചേർക്കുന്നത് 4 ടീസ്പൂൺ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല പൗഡറാണ്. ഇനി അഥവാ മസാല പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ബിരിയാണി മസാല പൊടിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാനൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീരെടുക്കുമ്പോൾ അതിൻ്റെ കുരു മാറ്റിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. നാരങ്ങയുടെ കുരു ഇതിലേക്ക് വീണാൽ കയ്പ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മസാലയെല്ലാം റെഡിയാകുന്ന സമയത്ത് വേവിച്ച് വെച്ച ബീഫും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫിൽ ഒത്തിരി വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ച ശേഷം ചേർത്ത് കൊടുക്കണം. ബീഫും മസാലയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീരകശാല അരി ഞാൻ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി പോട്ടിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 പീസ് കറുവപ്പട്ട ചേർക്കാം. 4 ഏലക്കായും ഒരു 6 ഗ്രാമ്പൂവും ചേർക്കാം. ബേ ലീഫ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കസ്കസും 1/2 ടീസ്പൂൺ സാജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ബിരിയാണി മസാലയുടെ പൊടിക്കാത്ത പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചേർക്കുകയാണെങ്കിൽ ഈ അളവിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ച അരി ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ അരി കുതിർക്കാതെ കഴുകി വാരിയെടുത്തതാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഈ സമയത്ത് തന്നെ തിളയ്ക്കാൻ വയ്ക്കണം. കുതിർത്ത അരിയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ വെള്ളം ചേർത്താൽ മതി. ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. നമ്മളിപ്പം 1/4 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും കിട്ടും, ഒരു സൗണ്ടും ഉണ്ട്. ആ സമയത്ത് നമ്മൾ തിളപ്പിച്ച വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് 1/2 ടീസ്പൂൺ ഉണ്ടായിരുന്നു. അതും കൂടെ ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരല്പം മുന്നിൽ നിൽക്കുന്ന കണക്കിന് ചേർക്കണം. ഇല്ലെങ്കിൽ അരി വെന്ത് കഴിയുമ്പോഴതിന് ആവശ്യത്തിന് ഉപ്പ് കാണത്തില്ല. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ കുരുവില്ലാതെ ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ബിരിയാണി കുക്കായി കിട്ടും. ഇനി വറുത്ത് വെച്ച സവോളയിൽ നിന്ന് ഒരു ചെറിയ പിടി ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. 2-3 മിനിറ്റിന് ശേഷം ഒന്നുകൂടി മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 3 മിനിറ്റിന് ശേഷം ഒന്നുകൂടി മൂടി തുറന്ന് നോക്കാം. റൈസൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ റൈസിൽ നിന്ന് പകുതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വേറെ പാത്രം മാറ്റാതെ ഇതിലേക്ക് തന്നെ ദമ്മിടാനുള്ള ഒരു എളുപ്പ വഴിയാണിത്. ഈ റൈസിൻ്റെ പകുതി എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ബീഫിൻ്റെ മസാല നിരത്തി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലേ വയ്ക്കാൻ പാടുള്ളൂ. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുമ്പം നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ. കുറച്ച് ബീഫ് മസാല നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് നിരത്തി കൊടുക്കാം. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര ലെയറായിട്ട് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ച സവോളയും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് അല്പം മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. നമ്മൾ ഓരോ തവണ ലെയർ ഇടുമ്പോഴും മസാലയുടെ മുകളിൽ അല്പം റൈസ് നിരത്തി കൊടുത്തതിന് ശേഷം വേണം
ഈ ഗാർണിഷ് ചെയ്യുന്ന സാധനങ്ങൾ ഇടാൻ, ഇല്ലെങ്കിൽ അത് ആ ബീഫിൻ്റെ കൂടെ മിക്സായി പോവും. വീണ്ടും അല്പം കൂടി റൈസ് നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി ബീഫും കൂടെ നിരത്തി കൊടുക്കാം. പിന്നെ ലെയറായിട്ട് ദമ്മിടുമ്പോഴാണ് ആ റൈസിലേക്കും കൂടെ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു മണവും രുചിയൊക്കെ ഈ ബിരിയാണിക്ക് കിട്ടുക. മസാല മുഴുവനായും ഈ റൈസിലേക്ക് നിരത്തി കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് ബാക്കി റൈസും കൂടെ ഇട്ട് അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളും കൂടെ വിതറി കൊടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ലെയർ റൈസും കൂടി അതിലേക്ക് നിരത്തി കൊടുത്തു. ഇനി ഒരു 3-4 ടീസ്പൂൺ നെയ്യും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മസാലയുടെ കളറ് ഈ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ബിരിയാണിക്ക് കിട്ടും. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ സവോളയും മല്ലിയിലയും എല്ലാം ചേർത്ത് ഗാർണിഷ് ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി ദം ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ മൂടി തുറന്ന് നമുക്ക് ഈ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദം ചെയ്ത് വെച്ച ബിരിയാണി നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അരി വറുത്ത് വെച്ചതുകൊണ്ട് ഈ അരി തമ്മിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തുമില്ല. ഈ ബിരിയാണി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യ നേരത്ത് ഈ റെസിപ്പി ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. നല്ലൊരു റെസിപ്പിയുടെ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്